ഹായ്, ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കുഞ്ഞു ക്രാഫ്റ്റ് ആണെങ്കിലും അതിമനോഹരമായിട്ടുള്ള ക്രാഫ്റ്റ് ആണ്, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സൂപ്പർ ക്രാഫ്റ്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ നല്ല മഴ ആയതുകൊണ്ട് ഇന്നും നമ്മൾ ഒരു ഇൻഡോർ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ അതെന്താ ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ. നമുക്ക് 27 സെന്റിമീറ്റർ നീളത്തിൽ വരുന്ന 13 സ്റ്റിക്കുകളും അതേപോലെ തന്നെ ചെറിയ ബോളുകളും നമ്മൾ എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് ബോൾ. അപ്പോൾ ആ ബോളിനുള്ളിലേക്ക് നമ്മൾ ഈ സ്റ്റിക്ക് നമ്മൾ ഇതേപോലെ കയറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഹോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റിക്കിൻ്റെയും മുകൾ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ബോൾ ഫിറ്റ് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്, ഒരു 7up ചെറിയ ബോട്ടിലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അത് നമ്മൾ ഈ ഭാഗത്തായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബോട്ടിലിൻ്റെ കട്ട് ചെയ്തെടുത്ത ഈ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമ്മൾ സ്റ്റിക്കിൽ കുത്തിയെടുത്ത ബോളിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാ പീസും നമ്മൾ ഗം അപ്ലൈ ചെയ്തെടുത്തു. ഇനി നമ്മുടെ ബോട്ടിൽ നമ്മൾ എടുക്കുന്നുണ്ട്. ആ ബോട്ടിലിൻ്റെ ഈ ഭാഗത്തേക്ക്, അതായത് ആ കഴുത്തിൻ്റെ ആ ചെരിഞ്ഞ ഭാഗത്തിലേക്ക് നമ്മൾ ഇതേപോലെ ഓരോ സ്റ്റിക്കും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് ഓരോന്നും ചേർന്ന് നിൽക്കുന്ന രീതിയിൽ, അതായത് മുകൾ ഭാഗത്ത് ബോൾ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ, അതേപോലെ തന്നെ അടിഭാഗത്ത് നമ്മുടെ കമ്പും ചേരുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട്, അതായത് ഈ ബോട്ടിലിന് ചുറ്റും, അതായത് ചുറ്റും എന്ന് പറയുമ്പോൾ നമ്മളൊരു 1/4 ഭാഗത്തോളം നമ്മൾ ഇതേപോലെ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കിത് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻ്റ് ആണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള കയറാണ്. അപ്പോൾ ബ്രൗൺ കളർ കയറാണ് നമ്മൾ എടുത്തത്. അത് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഇതേപോലെ ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം, ഒരു വരിക്ക് നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്താൽ മതി. അത് ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് ചുറ്റിയെടുക്കണം. അടിഭാഗത്ത് നിന്നും മുകൾ ഭാഗത്തേക്ക് ഒരു 6 സെൻറ്റിമീറ്ററോളം ഉയരത്തിൽ നമ്മൾ ഈ കയറ് ചുറ്റിയെടുക്കുന്നുണ്ട്. കയറ് നമ്മൾ ചുറ്റിയെടുത്തു. ഇനി ആ കയറ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു. ഇനി നമ്മൾ വീണ്ടും ആ കയർ എടുക്കുന്നുണ്ട്. ആ കയർ നമ്മൾ ആ ബോട്ടിൽ വരുന്ന ഭാഗത്ത്, അതായത് നമ്മൾ ആ നമ്മുടെ കമ്പ് കൊടുക്കാത്ത ഭാഗത്ത് നമ്മൾ അവിടെ ഒട്ടിച്ച് നിർത്തുന്നുണ്ട്. ഒരു സൈഡ് നമ്മൾ ഒട്ടിച്ച് നിർത്തുന്നുണ്ട്. ഒട്ടിച്ച് നിർത്തിയതിന് ശേഷം ഇനി കയർ നമ്മൾ മുകൾ ഭാഗത്തേക്ക് മെടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പ് ഉൾഭാഗത്തും ഒരു കമ്പ് പുറം ഭാഗത്തും എന്ന രീതിയിൽ വരുന്ന രീതിയിൽ നമ്മളിത് മുകൾ ഭാഗത്തേക്ക് മെടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളൊരു 6 സെൻറ്റിമീറ്ററോളം ഉയരത്തിൽ നമ്മൾ ഈ കയർ മെടഞ്ഞെടുക്കുന്നുണ്ട്. ലാസ്റ്റ് കമ്പിലെത്തുമ്പോൾ ഈ കയറ് നമ്മൾ ഇതേപോലെ മടക്കിയെടുത്തതിന് ശേഷം മറ്റേ സൈഡിലേക്ക് മെടഞ്ഞ് പോയാൽ മതി. അപ്പോൾ ഒരു 6 സെൻറ്റിമീറ്റർ ഉയരത്തിലേക്ക് നമ്മൾ കയറ് മെടഞ്ഞെടുത്തു. ഇനി നമുക്കത് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ഇതേപോലെ വെച്ചതിന് ശേഷം മുകൾ ഭാഗത്ത്, അതായത് നമ്മുടെ ബോളിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഓരോ കമ്പിലും നമ്മൾ കയറ് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് മെടഞ്ഞെടുക്കുന്നത് ഓരോ കമ്പിനും കയറ് ചുറ്റിയെടുക്കുന്ന രീതിയിലാണ് നമ്മളിത് മെടഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് നമുക്കൊരു 4-5 വരി നമുക്ക് ഇതേപോലെ ചുറ്റിയെടുക്കാം. അപ്പോൾ അത് മുകൾ ഭാഗത്ത് ഒരു 4 വരി നമ്മൾ കയറ് മെടഞ്ഞെടുത്തു, ചുറ്റിയെടുത്തു. പിന്നീട് നമ്മൾ ഇതേപോലെ ഒരു ചെറിയ ചിരട്ട എടുത്തിട്ടുണ്ട്. ഈ ചിരട്ട നമ്മൾ ഗോൾഡൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം അത് നമ്മൾ അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
പിന്നീട് നമ്മളൊരു ഫ്ലവർ നമ്മൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഫ്ലവർ നമ്മൾ ഗോൾഡൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ നടുഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതാ ബാക്ക് ഭാഗത്ത് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളൊരു ഹോള് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചുമരിൽ, അതായത് നമ്മുടെ വാളിൽ ആണിയിൽ തൂൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഹോള് കൊടുത്തത്. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഈ അതിമനോഹരമായിട്ടുള്ള ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.